ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? എനിക്ക് സുഖമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അൽഹംദുലില്ലാ, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ എന്താണ് നിങ്ങളുടെ വർത്തമാനം, എൻ്റെ കഥ? അപ്പം ഞാനിന്ന് പറയാൻ വന്നത്, ഒരിക്കലും ഒരു പാവപ്പെട്ടവന് പൈസയുടെ വില അറിയില്ല, പണക്കാരന് പൈസയുടെ വില അറിയാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് അവർ ചിലവാക്കാറുള്ളൂ. സാധാരണക്കാരന് പൈസയുടെ വില അറിയില്ല. അന്നം എത്രയും പേര് കളയാറുണ്ട്. മോൻ അവിടെ കൊണ്ട് വയ്ക്കേ, കഴിച്ചാ വെള്ളം അത് ചൂടുവെള്ളം, അത് ആറിയിട്ട് കുടിക്കേ. പാല് എന്ന് ഉറപ്പിത്തരാം. ഇപ്പോൾ വരാം അമ്മ. അപ്പം സാധാരണക്കാരന് അന്നത്തിനും വിലയില്ല, പൈസ കളയുന്നതിനും വിലയില്ല. ഒരു പൈസയുള്ള ആൾക്ക് ഇതിൻ്റെയൊക്കെ വില അറിയാം. എത്രയോ പേര് നമ്മളെ വീട്ടിൽ ചോറ് വെച്ചിട്ട് കളയാറുണ്ടല്ലേ. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കണം, ചില വീടുകളിൽ ഊണ് വാങ്ങിച്ചിട്ട് താഴെ തട്ടിപ്പോയാൽ ആ അമ്മ മക്കൾക്ക് കൊടുക്കും ആ പൊതിയിലുള്ള ചോറ്. ആ താഴെ കിടന്ന ചോറായിരിക്കും ആരും അറിയാതെ ആ അമ്മ കഴിക്കുന്നത്. കഴുകിയിട്ട് ഒരു വറ്റ് പോലും നമ്മൾ കളയരുതെന്നാണ് നമ്മുടെ ഇസ്ലാമിലെ നിയമം. അത് ഏതൊരു ജാതിയിലെയും നിയമം. അന്നം നമ്മൾ കളയരുത്. കാര്യം അന്നത്തിന് വേണ്ടിയിട്ട് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് ഈ ദുനിയാവിൽ. അതായത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഫുഡ് താഴെ വീണ ഫുഡ് മക്കൾക്ക് കൊടുക്കാതെ അമ്മ അത് കഴുകി തിന്നുന്നത് വരെയുണ്ട്, അരിച്ച് കഴുകി തിന്നുന്നത് വരെയുണ്ട് ഈ ലോകത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. കണ്ടമാനം ചെലവാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ക്യാഷ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അത്യാവശ്യത്തിന് മാത്രം ചിലവഴിക്കാനാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ പാല് തരാം. തീർന്നു. കരയരുത്, ഇത് വീഴും, ചാനലിൽ ഇത് വീഴും, സ്ട്രൈക്ക് വീഴും, കരയല്ലേ. അപ്പം കണ്ടമാനം പൈസ നമ്മൾ ചിലവാക്കി കളയരുത്. ആഹാര സാധനം വേസ്റ്റ് ആക്കരുത്. പക്ഷെ പാവങ്ങൾ ആരെങ്കിലും വന്നാൽ ഒരിക്കലും നിങ്ങൾ കൈവിടരുത്, സഹായിക്കണം. അവരെന്ത് വേണേലും ചെയ്തോട്ടെ, അവരും ദൈവവും തമ്മിൽ നോക്കിക്കോളും. ഓക്കെ? അപ്പൊ അങ്ങനെ ഇന്ന് ഈ ദുനിയാവിൽ ഒരുപാട് വ്യക്തികൾ ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ബൈ.